വീണ്ടും വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇന്ത്യക്കെതിരെ ബുനിയാനുൽ മർസൂസ് എന്ന പേരിലാണ് ആക്രമണമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ഒപ്പം കശ്മീരിലെ വിവിധയിടങ്ങളിൽ സ്ഫോടനം, അത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുതൽ തുടങ്ങിയതാണ്. പാക് ആക്രമണത്തെ ശക്തമായി ഇന്ത്യ പ്രതിരോധിക്കുന്നുമുണ്ട്. പാക് ബലസ്റ്റിക് മിസൈലുകൾ തകർത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ 100ഓളം ഡ്രോണുകൾ ഇന്ത്യ നിർവീര്യമാക്കിയതായും റിപ്പോർട്ടുണ്ട്. അബ്ദുൾ റഷീദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അബ്ദുൾ റഷീദ്, നമുക്കറിയാം കഴിഞ്ഞ രാത്രി മുതൽ തുടങ്ങിയതാണ് ഈ ഡ്രോൺ ആക്രമണം എന്നുള്ളത്. പല രീതിയിൽ, അതായത് ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട്, മിസൈലുകൾ വിടുന്നുണ്ട്. ഇത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ അതൊക്കെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ ദില്ലിക്ക് മേലും കൈവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ദില്ലി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയതായ ഒരു സൂചന കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഇന്ത്യ വലിയ രീതിയിൽ എതിർക്കുന്നു, ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡാമിന്റെ ഷട്ടറൊക്കെ വീണ്ടും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും രണ്ടാം ദിവസവും തുടർച്ചയായിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വിക്ഷേപിച്ചിട്ടുള്ളത്. എന്നാൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യൻ സേന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. എന്നാലും കഴിഞ്ഞ ദിവസത്തേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതിർത്തി മേഖലകളിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പഞ്ചാബ്, അതോടൊപ്പം ഗുജറാത്ത് മേഖലകളിൽ ഇപ്പോഴും സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ പഞ്ചാബിലെ അമൃത്സറിൽ ഈ സൈറൺ മുഴങ്ങിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരുന്നു. ഇപ്പോഴും ആ മേഖലകളിൽ, പ്രത്യേകിച്ചും ഈ നഗരപ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോഴും സൈറണുകൾ മുഴങ്ങുകയാണ് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഗുജറാത്തിലെ കച്ചിലും ഇപ്പോൾ സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് വിലയിരുത്താനാകുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകൂ എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സൈറൺ മുഴങ്ങിയതിന് പിന്നാലെയാണ് ക്രമാതീതമായി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള ഡ്രോണുകൾ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിലേക്ക് എത്തിയത്. ഇതിനെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ പകൽ സമയത്ത് പോലും, അതായത് ഈ പ്രഭാത പുലരിയിൽ പോലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം ഉണ്ടാകും എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ പഞ്ചാബിലെ അമൃത്സറിലും അതോടൊപ്പം ഗുജറാത്തിലെ കച്ചിലും ഇപ്പോൾ നഗരപ്രദേശങ്ങളിലടക്കം സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപായ സൂചനയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യമൊക്കെ തന്നെയും ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. നേരത്തെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഗുജറാത്തിൻ്റെ ഈ അതിർത്തി മേഖലകളിൽ ഉള്ള ആളുകളെ, അതായത് 3ഓളം വരുന്ന ജില്ലകളിൽ നിന്നും ആളുകളെ പൂർണ്ണമായിട്ടും ഒഴിപ്പിക്കുന്ന ഒരു നടപടികൾ ഇപ്പോൾ ഗുജറാത്ത് സർക്കാരും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹിമാചൽ പ്രദേശിൻ്റെ മേഖലയായിട്ടുള്ള പത്താൻകോട്ടിലും ഇപ്പോൾ ആളുകളെ ഒഴിപ്പിക്കുന്നു എന്നുള്ള വാർത്തകളും ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകൾ, അതായത് 15ഓളം മേഖലകളിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപവും അതോടൊപ്പം അന്തിപുരയിലുണ്ടായിട്ടുള്ള സൈനിക കേന്ദ്രത്തിന് നേരെയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഡ്രോണുകളിൽ പ്രത്യേക സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ ഒരു വിക്ഷേപണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതും ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡ്രോണുകളൊക്കെ തന്നെ നിർവീര്യമാക്കുന്ന സമയത്ത് സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ മേഖലകൾ അതുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ നടക്കുകയും പിന്നീട് വാഹനങ്ങൾക്ക് പരിക്കേൽക്കുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഇപ്പോൾ ഈ ഡ്രോണുകൾ പ്രധാനമായും സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചിട്ടുള്ളതെന്നൊരു സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങളടക്കം ഇപ്പോൾ ഈ സൈന്യം ശേഖരിച്ചു വരികയാണ്. വിവിധ മേഖലകളിൽ, അതായത് ഈ അതിർത്തി പ്രദേശങ്ങളിലായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആയുധങ്ങളും അതോടൊപ്പം ഈ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മിസൈലിൻ്റെ അടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയുടെ തലസ്ഥാനത്തേക്കും ഒരു ആക്രമണത്തിനുള്ള ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നേരത്തെ സിർസയിൽ, അതായത് ഹരിയാനയിലുള്ള സിർസയിൽ ഒരു മിസൈൽ ഇന്ത്യൻ സേന തകർത്തിരുന്നു. ഇത് ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ ദില്ലിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം സ്ഥിരീകരിക്കുന്നത്.
ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ള സൈറനുകൾ മുഴങ്ങുകയും പിന്നീട് അതിശബ്ദത്തോട് കൂടിയിട്ടാണ് ഈ മിസൈൽ വന്നത് എന്നൊക്കെ ഈ പ്രദേശവാസികളടക്കം ഈ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ ദില്ലിയെ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ ആക്രമണത്തിനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദില്ലിയുമായി ബന്ധപ്പെട്ട സൂചനകൾ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ദില്ലിയിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കനത്ത സുരക്ഷയും ജാഗ്രതയും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രയൽ സൈറണുകളടക്കം ദില്ലിയിലെ വിവിധ മേഖലകളിൽ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കർക്കശമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ദില്ലി സർക്കാരും പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് പൊതു ഇടങ്ങളിൽ ഈ വിനോദസഞ്ചാര മേഖലകളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ ദില്ലി സർക്കാർ കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഒരു പക്ഷേ രാജ്യമെമ്പാടും കടന്നേക്കുമെന്നുള്ള സൂചനയും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയാണ്. എന്തായാലും നിലവിൽ 100ഓളം ഡ്രോണുകൾ ഇന്ത്യ തകർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം 26 കേന്ദ്രങ്ങളിലായി 400-ലധികം ഡ്രോണുകളെ ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു എന്നുള്ളത് സേനാ വിഭാഗങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ടാം ദിവസം തുടർച്ചയായിട്ടുള്ള ഡ്രോൺ വിക്ഷേപണം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം നിരവധി മേഖലകളിലേക്ക്, അതായത് ഈ ജമ്മു കാശ്മീരിൻ്റെ 15ഓളം മേഖലകൾ, അതോടൊപ്പം പഞ്ചാബിലെ 10 ഇടങ്ങളിൽ, പത്താൻകോട്ടിലെ 20 മേഖലകളിൽ, ഇത്തരത്തിൽ ഈ കൃത്യമായിട്ടുള്ള ഒരു എല്ലാ അതിർത്തി മേഖലകളിലേക്കും പാകിസ്ഥാൻ ഒരു ഡ്രോൺ ആക്രമണം അതോടൊപ്പം മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് ഏറെ ആശങ്കാജനകമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ത്യ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ അടക്കം വ്യോമസേനയുടെയും നാവികസേനയും അടക്കമുള്ള തിരച്ചിലും അതോടൊപ്പം നിരീക്ഷണങ്ങളും സക്ഷമമാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഡ്രോണുകളെയൊക്കെ തന്നെ നിർവീര്യമാക്കാൻ നമുക്ക് ആയിട്ടുള്ളത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാകുകയാണ്. എന്തായാലും പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. പ്രത്യേകിച്ചും ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ ബഗ്ലിഹാർ ഡാം അടക്കുകയും പിന്നീട് അത് തുറക്കുകയും ചെയ്യുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായിട്ടുള്ള സമീപനം വീണ്ടും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബഗ്ലിഹാർ ഡാമിൻ്റെ ഷട്ടർ വീണ്ടും ഉയർത്തിക്കൊണ്ട് ക്രമാതീതമായി ജലം പാകിസ്ഥാൻ്റെ മേഖലകളിലേക്ക് ഇന്ത്യ തുറന്നുവിട്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാനെ വലിയ പ്രളയഭീതിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രാദേശിക മാധ്യമങ്ങൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ നയതന്ത്രപരമായും എല്ലാ രീതിയിലും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുക എന്ന നടപടികളിലേക്കാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഷെല്ലാക്രമണത്തിനൊപ്പം വിവിധ മേഖലകളിൽ വെടിവെപ്പുകളും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഡ്രോൺ ആക്രമണവും അതോടൊപ്പം വെടിവെപ്പും ഒരേ സമയം തന്നെയാണ് പാകിസ്ഥാൻ ആരംഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി പാകിസ്ഥാൻ ഇപ്പോൾ ഇടപെടുന്നു എന്നുള്ളതാണ് നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ പാകിസ്ഥാൻ ഒരു പ്രത്യേക പേര് നൽകിയതായും ഇപ്പോൾ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങളും അതോടൊപ്പം അൽ ജസീറ പോലുള്ള ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇന്ത്യക്കെതിരെ ബുനിയാനുൽ മർസൂസ് എന്ന ഒരു പേരിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നത്. അതായത് തകർക്കാൻ കഴിയാത്ത മതിൽ എന്ന ഒരു ഉറുദു പദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നാമം നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ്, അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നു. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ബുനിയാനുൽ മർസൂസ്, അത് അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ തകർക്കാൻ കഴിയാത്ത മതിൽ എന്ന പേരിലാണ് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവരുടെ ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ഡ്രോണോ ഇതുവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഇന്ത്യൻ ആർമിയുടെ ട്വീറ്റ് വന്നിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, അതായത് ഇന്ന് രാവിലെ 5 മണിക്ക് പോലും ഡ്രോണുകൾ നമ്മുടെ ഇന്ത്യൻ ആകാശത്ത് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അതിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു, നിർവീര്യമാക്കിയിരിക്കുന്നു, ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഒരു ട്വീറ്റ് വന്നിരിക്കുകയാണ്. അതായത് എത്രയൊക്കെ തകർക്കാൻ പറ്റാത്ത മതിൽ പാകിസ്ഥാൻ പണിതാലും ശരി, അതിനൊക്കെ തകർത്ത് മുന്നോട്ട് പോകും ഇന്ത്യ എന്നുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് ഈ ട്വീറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അബ്ദുൾ റഷീദ്.
ഭദ്ര, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ S-400 എന്ന് പറയുന്ന വജ്ര ആയുധം ഇന്ത്യയുടെ കയ്യിലുണ്ട്. അത് വിവിധ മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ വിന്യസിച്ചിരുന്നു. റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഈ ആയുധം ഇന്ത്യയുടെ ഒരു വജ്രായുധമായി തന്നെയാണ് നയതന്ത്ര വിദഗ്ധരും അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയം ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. ഈ ഒരു സുദർശൻ ചക്ര എന്ന് പറയുന്ന S-400 എന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രോൺ ആക്രമണങ്ങൾ നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് ആയിട്ടുള്ളത്. അത്തരത്തിൽ ടെക്നോളജിക്കലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ വലിയ മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ ഓരോ സമയവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡുകളിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടപടികൾ കടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിരോധം കടുപ്പിക്കുമ്പോൾ ഇന്ത്യ അതിനെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് ഏറെ നിർണായകമാണ്. ഒരേ നാണയത്തിൻ്റെ അതേ പടിയിൽ, അതായത് ഏത് മുഖേനയാണോ ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതേ നിമിഷത്തിൽ തന്നെ അങ്ങോട്ടേക്കും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിരിച്ചടി നൽകുന്ന ഒരു സമീപനം ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടാകുന്നു. അത് നേരത്തെ തന്നെ സൈന്യവും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നേരത്തെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എന്തെങ്കിലും പ്രകോപനപരമായിട്ടുള്ള സമീപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് സൈനിക കേന്ദ്രങ്ങളെ വരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ ആക്രമിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ എയർ സ്പേസുകൾ അടക്കം ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. പ്രധാനമായും പാകിസ്ഥാൻ്റെ 4 എയർ ബേസുകളാണ് ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുന്നതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നൂർബാൻ, റാഫിക്കി, മുറീദ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലും അതോടൊപ്പം ലാഹോർ, പെഷാവർ, കറാച്ചി, റാവൽപിണ്ടി തുടങ്ങിയിട്ടുള്ള മേഖലകളും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യൻ സൈന്യത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് കറാച്ചി, ലാഹോർ, റാവൽപിണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്താൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള യോഗത്തിൽ, അതായത് ഈ പിന്നാലെ പ്രതിരോധ മന്ത്രാലയവും നാവികസേനയുടെ വ്യോമസേനയും കരസേനാ മേധാവികളൊക്കെ തന്നെയും നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നിരുന്നു. ഈ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇന്ത്യ കൃത്യമായിട്ടുള്ളൊരു തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും 10:30 വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും അതോടൊപ്പം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും സംയുക്ത വാർത്താ സമ്മേളനമുണ്ട്. അതിൽ എന്തൊക്കെ